രാഹുലിന് വീണ്ടും ഗംഭീര ജയമാണ്. ആരും പേടിക്കണ്ട, നമ്മുടെ രാഹുലിന് ഉടൻ തന്നെ ജാമ്യം കിട്ടും. രാഹുലിൻ്റെ വക്കീൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇന്നത്തെ കേസുണ്ടല്ലോ, മറ്റേ ലണ്ടൻകാരി, എവിടുത്തുകാരി, കാനഡക്കാരി, അങ്ങനെ ഒരു പെണ്ണില്ല എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. ഒരു ചെറിയൊരു ഇമെയിൽ മെയിൽ മുഖാന്തരം ആരോ ഒരാൾ അയച്ച ഒരു പരാതിയാണ്. ബാക്കി പ്രചരിക്കുന്നതൊക്കെ കള്ളവാർത്തയാണ്. സൈഡിൽ ഞാനൊരു ഫോട്ടോ വെച്ച് തരാം. 24, അതായത് പീഡനം നടന്നു എന്ന് അവർ ധരിപ്പിക്കുന്ന ആ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടത് എന്നാണ് ഇതിലെഴുതിയത്. രാഹുൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് രാഹുൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഇത് വെറുതെ എഴുതി ഉണ്ടാക്കുന്നതാണ്. നായ്ക്കൾ എന്നേ പറയാം, നമുക്ക് മീഡിയാസ് എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. എങ്ങനെയെങ്കിലും തന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്ക് സ്വർണം കട്ട കേസ് എത്തുമല്ലോ, അതിനെ മായ്ച്ചു കളയാൻ വേണ്ടി ഇവറ്റുകൾ ചെയ്യുന്ന നാടകമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പ്ലേ ചെയ്യുന്നത് അതിജീവിത, ആദ്യ കേസിലെ അതിജീവിത എന്ന് പറയുന്ന ആ സാധനം രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഭയങ്കര സെന്റിമെന്റ്സ് ആണ്. എന്നാൽ അതിൻ്റെ താഴെ കമന്റ് തള്ളക്കും തന്തക്കുമാണ് വിളിക്കുന്നത്. ആ കമന്റ് എന്തായാലും ഞാൻ വായിക്കുന്നില്ല. എന്താണ് ആ ഒരു പെണ്ണിട്ട ഒരു പോസ്റ്റ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് വേദനകൾ, വിധി തീർപ്പുകൾക്കും വഞ്ചനകൾക്കും ഇടയിലും ഞങ്ങളെ അംഗീകരിക്കാനുള്ള ധൈര്യം നൽകിയതിന് നന്ദി എന്ന് കുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നടന്നതൊക്കെയും നീ കണ്ടു, ലോകം കേൾക്കാതെ പോയ ആ നിലവിളികൾ കേട്ടു, ഞങ്ങളുടെ ശരീരത്തിൽ അതിക്രമിക്കപ്പെട്ടപ്പോഴും പിന്നീട് കുഞ്ഞുങ്ങളെ ബലമായി അടർത്തി മാറ്റിയപ്പോഴും കൂടെ നിന്നു ദൈവം എന്നാണ് ആ കുട്ടി കുറിക്കുന്നത്. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിന്റെ ഒരു മാനസിക പ്രയാസമാണ് ഈ കുറിപ്പിൽ ഉടനീളം പ്രകടിപ്പിക്കുന്നത്. അവസാന ഭാഗത്ത് ഒരു അമ്മയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. അമ്മമാർ, നിങ്ങൾ ഹൃദയത്തിൽ വഹിക്കും, നമ്മൾ വീണ്ടും കാണുന്നത് വരെ. കുഞ്ഞാറ്റ എന്ന പേരാണ് ആ പുറത്തില്ലാതെ പോയ ആ ജീവനിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണിക്ക് വഴങ്ങി ഗർഭചിത്രത്തിന് വിധേയമായപ്പോൾ ഇല്ലാതെ പോയ ആ കുഞ്ഞിന്റെ പേര് കുഞ്ഞാറ്റ എന്നാണ് ആ അമ്മ എഴുതിയിരിക്കുന്നത്. അമ്മ നിന്നെ ചന്ദ്രനോളം സ്നേഹിക്കുന്നു. എന്താല്ലേ, ആരാണ് ഈ കുറിപ്പിട്ടത്? വാ രാഹുലെ, ബെഡിലേക്ക് വാ രാഹുലെ എന്ന് വിളിച്ച് വീട്ടിൽ ഭർത്താവുള്ള കാര്യം മറച്ചു വെച്ച് രാഹുലിനെ ട്രാപ്പ് ചെയ്ത് പ്രണയം നടിച്ച പെണ്ണാണ് ഇപ്പം ഇങ്ങനെ ഇടുന്നത്. എന്തായാലും എല്ലാം നാടകമാണ്, ആരും പേടിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ലണ്ടനുകാരിയല്ല, നമ്മളെ മറ്റേ എവിടുത്തെ കാരി, കാനഡക്കാരി, ചിരി വരുന്നുണ്ട്. അതായത് എന്താണ് നമ്മൾ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ആ കാനഡക്കാരി വെറും മൈലിലയച്ച പരാതി എന്ത്, നമുക്കത് എന്തായാലും ജസ്റ്റ് കേട്ട് നോക്കാം. അതിനുശേഷം വിശദമായി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വക്കീൽ എന്താണ് പറഞ്ഞത് എല്ലാം. ഓക്കെ, അതിനകത്ത് പറയുന്നു, വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെയാണ് യുവതി രാഹുലിനെ പരിചയപ്പെടുന്നത്. പക്ഷേ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത്. വിവാഹ ബന്ധത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും ഹോട്ടൽ മുറിയിലെത്താൻ രാഹുൽ ആവശ്യപ്പെടുകയായിരുന്നു. ഓർക്കണം, ഈ കഥയുടെ ഒരു പോക്ക് നോക്കണം. രാഹുലിനെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് കണ്ടത്. റെസ്റ്റോറന്റ് വെച്ച് കാണാൻ യുവതിക്ക് താല്പര്യം. പക്ഷേ രാഹുലെ നിർബന്ധിച്ച് ഈ യുവതിയെ കൊണ്ടുപോയി മുറിയിലെത്തിയപ്പോൾ കടന്നു പിടിക്കുകയും ബലപ്രയോഗത്തോടെ ലൈംഗിക ബന്ധം ഏർപ്പെടുകയുമായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലൈംഗിക പീഡനം. വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്നും താൻ വിവാഹം കഴിക്കാമെന്നും രാഹുൽ വാഗ്ദാനം ചെയ്തതായി പറയുന്നു. ഞാൻ ഇതിന് മെറിറ്റിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഈ പരാതിയെക്കുറിച്ച് വാർത്തകൾ നമുക്ക് വിശ്വാസം തോന്നുന്നില്ല. ഗർഭിണിയാണെന്ന് വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞപ്പോൾ മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് രാഹുലിന്റെ മറുപടി. DNA പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് യുവതി അറിയിച്ചെങ്കിലും രാഹുൽ തയ്യാറായില്ല. എന്നാൽ അതിനുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഭ്രൂണം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത്. ഗർഭചിത്രത്തിന് കടുത്ത സമ്മർദ്ദമാണ് രാഹുലിന്റെ ഭാഗത്തുണ്ടായത്. അവിടെയും അടുത്ത പ്രശ്നമുണ്ട്. ഇവിടെ ഇത്രയും ശാരീരിക മുറിവേൽപ്പിച്ചു, വിവാഹം കഴിക്കാൻ വാഗ്ദാനം കൊടുത്തു, എന്നിട്ട് ഗർഭിണിയായപ്പോൾ ഈ ഗർഭചിത്രത്തിന് വഴങ്ങിയപ്പോൾ വഴങ്ങിയത് എന്തിനെ എന്ന ചോദ്യം പ്രസക്തമാണ്. പിന്നീട് ഗർഭം അലസിയതാണോ അലസിപ്പിച്ചതാണോ എന്ന് പറയുന്നില്ല. അലസിയതാണോ അതോ അലസിപ്പിച്ചതാണോ ഇക്കാര്യം പറയാൻ വിളിച്ചുവെങ്കിലും രാഹുൽ ബ്ലോക്ക് ചെയ്തു എന്ന് യുവതി പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും രാഹുൽ അടുപ്പത്തിന് ശ്രമിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതിപ്പോഴുണ്ടായ സംഭവമല്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ്, അതായത് രാഹുൽ MLA ആവുന്നതിന് മുമ്പുണ്ടായ സംഭവമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യൻ, അതായത് ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വിളിക്കുന്നു, MLA ഒന്നും അല്ലെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വിളിക്കുന്നു, ഹോട്ടലിൽ ചെല്ലുന്നു, എന്നിട്ട് ഹോട്ടലിന്റെ റിസപ്ഷനിൽ സംസാരിക്കാൻ മടിക്കുന്നു, നേരെ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു, റൂമിൽ ചെന്നപ്പോൾ തന്നെ ശരീരത്തിൽ കടന്നു പിടിക്കുന്നു, കടന്നു പിടിച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, വിവാഹം ചെയ്യാവുന്ന വാഗ്ദാനം കൊടുക്കുന്നു, കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞ് DNA ടെസ്റ്റിന് വിസമ്മതിക്കുന്നു, ശരീരത്തിൽ മുഴുവൻ മുറിവേൽപ്പിക്കുന്നു. ഇതിനുശേഷവും ഇത്രയും കാലമായിട്ടും പരാതിപ്പെട്ടിട്ടില്ല. സ്വാഭാവികം ഈ സാഹചര്യത്തിൽ ഇയാൾ ബ്ലോക്കും ചെയ്തു. എന്നാണ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാണ്. എന്നിട്ടും ഇത്രയും കാലം, എത്ര കാലം നമുക്കറിയാം എന്നാണ് സംഭവം എന്ന് പറഞ്ഞ് ഇത്രയും കാലം ഇവർ പരാതിപ്പെട്ടിട്ടില്ല. രാഹുലിന്റെ ഈ കേസിന്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും 2 ദിവസം ചാനൽ ചർച്ചയിൽ രാഹുൽ വരണം, ഉണ്ണികൃഷ്ണൻ പോട്ടി വരരുത്, പിണറായി വിജയൻ വരരുത്, അതിനുവേണ്ടി കളിക്കുന്ന നാടകം മാത്രമാണ് നമ്മുടെ രാഹുലിൻ്റെ ഈ അറസ്റ്റിൽ ഉള്ള കാര്യമൊക്കെ. അപ്പോൾ വക്കീൽ 100% കോൺഫിഡൻസ് ആണ്, ഉറപ്പായിട്ടും രാഹുലിന് ജാമ്യം കിട്ടുമെന്ന് പറയുന്നു. പിണറായി വിജയനോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, പിണറായി വിജയ,
പാലക്കാടിൽ നമ്മുടെ രാഹുലിൻ്റെ ഒരു അമ്മയുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. കള്ളക്കേസിൽ പെടുത്തുമ്പോൾ എത്ര കോൺഗ്രസിൻ്റെ എത്ര മുതിർന്ന നേതാക്കളുണ്ട്. വേറെ ആരെങ്കിലും ഒരാളെ പാവം രാഹുലിനെ തന്നെ ആക്രമിക്കണോ? സത്യമാണ് ഞാനിപ്പോൾ. അല്ലെങ്കിൽ BJP എത്ര നേതാവുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഗോവിന്ദചാമിയെ പുറത്തിട്ട് 2 ദിവസത്തെ വാർത്ത മുക്കിയില്ലേ? അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ പിണറായി വിജയ? പാവം രാഹുലിനെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് 3 ദിവസത്തെ ദുനിയാവല്ലേ പിണറായി വിജയ? നിങ്ങൾക്കും വയസ്സായി, അതിന് കൂടിപ്പോയാൽ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ ഒരു ഏറിപ്പോയാൽ 70-80% ഇവിടെ ജീവിക്കും. എത്ര ചെറുപ്പക്കാരാണ് ആക്സിഡൻ്റ് ആയൊക്കെ മരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? എന്തിനാണ് പാവം രാഹുലിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? അദ്ദേഹത്തിനും ഇല്ലേ കുടുംബം? ദയവ് ചെയ്ത് പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ രാഹുലിന് ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടും, ഇനി അദ്ദേഹത്തെ വേട്ടയാടരുത്. അതായത് നമ്മുടെ രാഹുലിന് ഏകദേശം കോൺഗ്രസ് സീറ്റ് കൊടുക്കും, രാഹുൽ തിരിച്ചു വരുന്നത് എല്ലാം അങ്ങ് സെറ്റായപ്പോഴാണ് വീണ്ടും ഒരു കേസ് വന്നത്. സത്യം പറഞ്ഞാൽ ഇതിനും നല്ലത് അദ്ദേഹത്തെ കൊല്ലുന്നതാണ് പിണറായി വിജയ. നിങ്ങൾ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയിട്ട് ബിരിയാണിയിലേക്ക് എന്തെങ്കിലും ഒരു വിഷം കലർത്തി കൊടുത്ത് കൊല്ലു. പിന്നെ ഞങ്ങൾക്ക് അതായത് ഇഞ്ചിഞ്ചായി ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല, ഇത് നല്ലത് കൊല്ലുന്നതാണ്. ഒരു മനുഷ്യനെ ഇത്രമാത്രം ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ, എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്? ആദ്യത്തെ ഈ 3 കേസിൽ ഞാൻ പറയുകയാണ്, രണ്ടാമത്തെ കേസില്ല, മൂന്നാമത്തെ കേസില്ല, ആദ്യ കേസിൽ ഒരു തുമ്പുണ്ട്. അതായത് ശാരീരികമായി ബന്ധപ്പെട്ടു, ശരി തന്നെയാണ്, അവളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ള 2 കേസിനും ഒരു തുമ്പുമില്ല എന്നതാണ് സത്യം. വെറുതെ 2 ദിവസത്തെ ന്യൂസ് ചർച്ച രാഹുലാവണം, അതിനു വേണ്ടി മാത്രം പണിയെടുക്കുന്നതാണ്. ദൈവം ചോദിക്കും, ഇതിനെന്തായാലും ഇവറ്റകൾ ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും. റിണിയോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നീ അനുഭവിക്കൂടി റിണി. നീ ഇങ്ങനെയൊന്നും ചാവൂല, നീ പേടിക്കണം. നീ അടുത്തിട്ട് ചാവുന്നൊന്നും നീ പേടിക്കണ്ട. നീ ഇഞ്ചിഞ്ചിഞ്ചായി ചാവും. ഓക്കെ, നല്ല വലിയ വലിയ രോഗം വന്നിട്ട് ഞാൻ ശാപം വെക്കുന്നതല്ല, ഒരു അമ്മയുടെ കണ്ണുനീർ കാണണം. ഓക്കെ, 1 കേസാണെങ്കിൽ പോട്ടെ, 2 കേസാണെങ്കിൽ പോട്ടെ, ഇനിയിപ്പോൾ എത്ര എണ്ണം വരാനുണ്ട്? ഇതിപ്പോൾ നാളെ മറ്റന്നാളോ നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടും, അതിനുശേഷം വീണ്ടും എല്ലാം ഒന്ന് ഒതുങ്ങി സെറ്റിലാകുമ്പോൾ ആദ്യം മറ്റൊരു കേസ് വരും. ഇനി കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ നമുക്ക് പറയാൻ പറ്റും. കാരണം പണി കിട്ടും. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട്, അതായത് കോൺഗ്രസ് സീറ്റ് ഇനിയൊരിക്കലും ഈ കേസിന്, അതായത് ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് ഡൗട്ടാണ്. കാരണം ഇനി ഇങ്ങനെ അതായത് 13 കാരി, 12 കാരി, 9 കാരി, 8 കാരി എന്നൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ചർച്ചയാവും. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ LDF ചെയ്യുന്ന വൃത്തികേട് കോൺഗ്രസിനെ വിളിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം മാത്രമാവും ചർച്ച. അതുകൊണ്ട് ഇനി സീറ്റിൻ്റെ കാര്യം ഡൗട്ടായിരുന്നു. VD സതീശൻ മിഞ്ഞാന്ന് പറഞ്ഞത് 21-ാം തീയതി രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ സീറ്റ് കൊടുക്കുമെന്നാണ്. ഏകദേശം സെറ്റായിരുന്നു. എന്തില്ലെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കും, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു കേസ് വരുന്നത്. ഇതിപ്പോൾ ഇതിന് എങ്ങനെ ഊരുമൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. അപ്പോൾ ഏതായാലും തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.